അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ അനാഥരായി രണ്ട് കൗമാരക്കാർ. സ്വന്തമായി വീടില്ല, വസ്തുവുമില്ല. മന്ത്രി പി രാജീവിന്റെ മണ്ഡലത്തിലാണ് അതിദാരിദ്ര്യം പേറുന്ന രണ്ട് കൗമാരക്കാർ ജീവിക്കുന്നത്. ആലങ്ങാട് പഞ്ചായത്തിൽ 14-ാം വാർഡിലാണ് 19-കാരിയായ മാളവികയും 20-കാരനായ ഗൗതമനും താമസിക്കുന്നത്. ഇരുവരും പറക്കമുറ്റും മുൻപ് അച്ഛനും അമ്മയും മരിച്ചു. 2021-ലാണ് ഇവരുടെ അമ്മ ലീല ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നത്. ഇതോടെ പിതാവായ പ്രകാശനായിരുന്നു ഏക ആശ്രയം. 2025-ൽ പ്രകാശൻ ക്യാൻസർ പിടിപെട്ട് മരിച്ചതോടെ മാളവികയും ഗൗതമനും അനാഥരായി. പ്രകാശിന്റെ കുടുംബസ്വത്തായ തറവാട്ടിലാണ് ഇരുവരും താമസിക്കുന്നത്. സ്വന്തമായി പുരയിടവും അടച്ചുറപ്പുള്ള വീടുമാണ് ഇവർക്ക് വേണ്ടത്. BA പൂർത്തിയാക്കിയ ഗൗതമൻ സഹോദരിയെ പഠിപ്പിക്കാനായി പഠനം ഉപേക്ഷിച്ച് സമീപത്തെ കമ്പനിയിൽ പണിക്ക് പോവുകയാണ്. മാളവിക ഡിഗ്രി 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. കളമശ്ശേരി UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V അബ്ദുൾ ഗഫൂർ വോട്ട് തേടിയെത്തിയപ്പോഴാണ് മാളവികയുടെ വിഷമതകൾ അറിയുന്നത്. അച്ഛനമ്മയും മരിച്ചുപോയി. അച്ഛന് ക്യാൻസർ ആയിരുന്നു. അമ്മ ഇപ്പൊ 3 വർഷമായി അമ്മ മരിച്ചിട്ട്. അമ്മക്ക് അറ്റാക്ക് ആയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പൊ 1 വർഷം കഴിഞ്ഞു. ഞാൻ ഇപ്പൊ പഠിച്ചോണ്ടിരിക്കയാണ്, ഡിഗ്രി പഠിക്കാണ്. ഇല്ല, ചേട്ടൻ മൂത്തതാണ്. ചേട്ടൻ ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞ് ഒരു കമ്പനിയിൽ തൽക്കാലത്തേക്ക് കയറണം. ഞാൻ ഇപ്പൊ പഠിക്കാണ്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. UC കോളേജില്. എനിക്ക് പഠിക്കാനും പിന്നെ സ്വന്തമായിട്ടൊരു വീടില്ല. ഇത് എല്ലാവരും അവകാശത്തേക്ക് കിടക്കണാണ്. തർക്കത്തിൽ അച്ഛന്റെ സഹോദരങ്ങളുടെ പേരില് കിടക്കണാണ്. പിന്നെ അത് തർക്കത്തിലാണ്. ബാങ്കില് കടമുണ്ട്, 16 ലക്ഷത്തോളം കടമുണ്ട്. പിന്നെ വീടില്ല സ്വന്തമായിട്ട്. പഠിക്കാനും തുടർന്ന് പഠിക്കണം എന്നുണ്ടതിനുള്ള സാമ്പത്തികം ഞങ്ങളെ സഹായിക്കണം. വോട്ട് ചെയ്ത് ജയിപ്പിക്കും. പഠിപ്പിന്റെ കാര്യം നമുക്ക് നോക്കാം, അത് കുഴപ്പമൊന്നുമില്ല. UC കോളേജ് ബോട്ടണി, BSc ബോട്ടണി. അത് കഴിഞ്ഞ പരിപാടി? അത് PG എടുക്കണം. ബോട്ടണി ഫസ്റ്റ് ഇയർ അല്ലേ? ഇപ്പൊ ഫസ്റ്റ് ഇയർ. ചേട്ടൻ ജോലിക്ക് കയറിയ? ചേട്ടന് എക്കണോമിക്സ് ആണ് പഠിച്ചത്. ഇപ്പൊ കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ്. ചേട്ടനും പഠിക്കാനുള്ള ഇതില്ലാത്തോണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് കയറിയേക്കാണ്. ഇവിടെ ഞാൻ ചേട്ടനെ ഈ പ്രോപ്പർട്ടി അത് സൊസൈറ്റിയിൽ കടം നമുക്ക് സൊസൈറ്റിയാണ്. അതിപ്പോ ജപ്തിയിലേക്ക് കിടക്കുകയാണ്. ഇത് അവരുടെ അച്ഛൻ നമ്മുടെ ബുദ്ധസെന്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ ആവശ്യപ്പെട്ടാണ് ഇതിൽ നിന്നൊരു 3 സെന്റ് തരയാണെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിട്ട് വീട് കൊടുക്കുക എന്നുള്ളത് ആവശ്യം ഉന്നയിച്ചു. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റുന്ന ബാങ്ക് ഇത്ര പൈസ ഇല്ലേ, ഒരു വീട് പറഞ്ഞ പ്രഥമ പരിഗണന പഠിക്കാനാണ് ആഗ്രഹം. പഠിക്കാനുള്ള സൗകര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് നമുക്ക് ചെയ്യാം. നമ്മളെല്ലാവരും ഉണ്ടല്ലോ, പഠിക്കാനുള്ള സൗകര്യം. ധൈര്യമായിട്ടിരുന്നു, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. പ്രകാശന് ഒരു നല്ല വീട് പോലും പണിതുയർത്താനായില്ല. വീടിനുള്ള പണം സ്വരുക്കൂട്ടിയതോടെ രോഗം പിടിപെട്ടു. പ്രകാശിന്റെയും ലീലയുടെയും അവസാന ആഗ്രഹം കൂടിയായിരുന്നു സ്വന്തമായ ഒരു വീട്. സംസ്ഥാനത്തു നിന്നും അതിദാരിദ്ര്യരെ തുടച്ചു നീക്കിയെന്ന് സർക്കാർ ഉറപ്പിച്ചു പറയുമ്പോഴാണ് കളമശ്ശേരി മേത്താനത്ത് കൗമാരക്കാർ ജീവിക്കാൻ വീടും പുരയിടവുമില്ലാതെ ദുരിതത്തിൽ കഴിയുന്നത്. ഇരുവരെയും ആശ്വസിപ്പിച്ച് പുതുപ്രതീക്ഷകൾ പകർന്നു നൽകിയാണ് അബ്ദുൾ ഗഫൂർ മടങ്ങിയത്. ന്യൂസ് ഡെസ്ക്, കടുങ്ങല്ലൂർ.